നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തട്ടിപ്പ്, വോട്ട് ചോരി നടന്നിട്ടുണ്ടെങ്കിൽ അത് മഹാരാഷ്ട്രയിലാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അടിമുടി പരാജയപ്പെട്ടെടുത്തു നിന്നും 5 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേവല ഭൂരിപക്ഷത്തിനരികിലേക്ക് എത്തി നിൽക്കുന്നു. 132 സീറ്റുകൾ 288 നിയമസഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ നേടിയെടുത്തത് അത് ജനങ്ങളുടെ പിന്തുണ കൊണ്ടല്ല, അതിൽ വലിയ രീതിയിലുള്ള കള്ളക്കളിയുണ്ട്. രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഒക്കെ ഒരുമിച്ച് എല്ലാ പിണക്കങ്ങളും മാറി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ പല കള്ളിക്കളികളും കൊണ്ടുവരുമോ എന്നുള്ള ഭയം BJP നേതൃത്വത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉദ്ധവ് പക്ഷത്തിൽ നിന്നും ഏതാനും MLA-മാരും ബഹുഭൂരിപക്ഷ MP-മാരും ഷിൻഡെ പക്ഷത്തേക്ക് ചേരുന്നതോടെ ഉദ്ധവ് പക്ഷം നാമാവിശേഷമാവും. അതുവഴി ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വലങ്കൈയായി നിൽക്കുന്ന സഞ്ജയ് റാവത്തിനും നല്ല രീതിയിലുള്ള പാഠമാണ് പഠിപ്പിക്കുന്നതെന്നും അമിത്ഷാ മഹാരാഷ്ട്രയിൽ വന്ന് വിളംബരം നടത്തി. ഏതായാലും ഉദ്ധവ് താക്കറെ അതൊന്നും കണ്ട് കൂസാൻ നിൽക്കുന്ന വ്യക്തിയല്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് വിലയിരുത്താനേ താല്പര്യമില്ല. കാരണം ജനങ്ങളുടെ വിധിയല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തന്നത്, മറിച്ച് BJPയുടെ അജണ്ട ഇലക്ഷൻ കമ്മീഷൻ അവിടെ വളരെ വൃത്തിക്ക് നടപ്പിലാക്കുകയായിരുന്നു. നമുക്കറിയാം, പൊളിറ്റിക്കലായിട്ടുള്ള വലിയ മെർജിങ് ഇനി ഉണ്ടാകാൻ പോവുകയാണ്. കോൺഗ്രസ് നേതൃത്വം കൂടുതൽ ശക്തി പ്രാപിക്കുന്ന സാഹചര്യം മഹാരാഷ്ട്രയിൽ വൈകാതെ ഉണ്ടാകും. അതായത് രാജസ്ഥാനിലെ പോലെ, മധ്യപ്രദേശിലെ പോലെ, ഛത്തീസ്ഗഡിലെയൊക്കെ പോലെ BJP വേഴ്സസ് കോൺഗ്രസ് എന്ന നേർക്കുനേർ പോരാട്ടത്തിലേക്ക് മഹാരാഷ്ട്രയും വേദിയാകും. അതായത് 2 പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന രീതിയിൽ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂപടം മാറാൻ പോകുന്നു. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അജിത് പവാർ, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സുനേത്ര പവാറാണ്. പക്ഷേ BJP അധിക നാൾ NCPയെ താങ്ങി നിൽക്കാനോ അല്ലെങ്കിൽ NCPയെ വളരാനോ താല്പര്യത്തോടെ ആഗ്രഹിക്കുന്നില്ല. അവരെ കൃത്യമായി BJPയിലേക്ക് ലയിപ്പിക്കുകയോ അത്തരത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയോ ഒക്കെയാണ് BJP നേതൃത്വത്തിൻ്റെ ആഗ്രഹം. പക്ഷെ കോൺഗ്രസിലേക്ക് ലയിക്കാൻ ഉദ്ധവ് താക്കറെ വിഭാഗവും ശരത് പവാർ വിഭാഗവും ഒരുമിച്ച് തന്നെ നിൽക്കുകയാണ്. ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തി സഞ്ജയ് റാവത്ത് തന്നെയാണ് പറയുന്നത്, കോൺഗ്രസ് നേതൃത്വവുമായി ഒരുമിച്ച് പോകുന്നത് മാത്രമല്ല, വേണ്ടി വന്നാൽ ലയനത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ള തീരുമാനങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കും. അതിന് കാരണമാകുന്നത് ഒരു രീതിയിലും മതേതര വോട്ടുകൾ സ്പ്ലിറ്റ് ആകരുത് എന്നതുകൊണ്ട് തന്നെയാണ്. രാജ് താക്കറെ ഉൾപ്പെടെയുള്ളവരും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുമോ? അതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ആദിത്യ താക്കറെയും ഈ കാര്യത്തിൽ എതിരഭിപ്രായം ഒന്നും തന്നെ പറയുന്നില്ല. താൽക്കാലികമായി അധികാരം കിട്ടി എന്ന് വിചാരിച്ച് എന്തും ആകാമെന്ന് വിചാരിക്കരുതെന്നും ഇത് കറങ്ങി തിരിഞ്ഞ് വരും, ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നതിൻ്റെ ഹുങ്ക് മാത്രമാണ് ഈ കണ്ടതെന്നും ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിന് പുറത്താക്കുന്ന നിമിഷം അത് വിദൂരമല്ലെന്നും ഈ കള്ളക്കളി കളിച്ചവന്മാരെ എല്ലാം പൂട്ടുമെന്നും ആദിത്യ താക്കറെ വളരെ വീറോടെ വാശിയോടെ പറയുമ്പോൾ ബാൽ താക്കറെയുടെ ചെറുമകൻ്റെ ആ പോരാട്ട വീര്യമാണ് നമ്മൾ കാണുന്നത്.